എന്താണ് SIR? ഒരു പൗരൻ്റെ ഏറ്റവും വലിയ അവകാശമാണല്ലോ വോട്ടിംഗ്. രാജ്യവ്യാപകമായി SIR നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തൊട്ട് ചർച്ചയായിരിക്കുകയാണ് SIR. ഇത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്നതാണോ? എന്തിനാണ് എല്ലാവരും ഇതിങ്ങനെ ചർച്ച ചെയ്യുന്നത്? തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് SIR അറിയപ്പെടുന്നത്. 2026 തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു പരിഷ്കരണം ആണ് SIR. ഇത് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്ന് നമുക്ക് നോക്കാം. ബൂത്ത് ലെവൽ ഓഫീസർമാർ നമ്മുടെ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കും. എന്നിട്ട് വോട്ടർ പട്ടികയിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് അപേക്ഷയ്ക്ക് ക്ഷണിക്കും. തുടർന്ന് കരട് വോട്ടർ പട്ടിക ഉണ്ടാക്കി പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വീകരിക്കും. അതിനുശേഷം മാത്രമേ ലാസ്റ്റ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയുള്ളൂ. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് എന്യൂമറേഷൻ ഫോമുമായി ഇവർ നമ്മുടെ വീട്ടിൽ സമീപിക്കുന്നത്. ഇതിനെപ്പറ്റി ഒരുപാട് ആശങ്കകൾ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. 2002 2025 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല, ഒരു പേടിയും വേണ്ട, ഒരു ഡോക്യുമെൻസും ആവശ്യമില്ല. ഇനി 2025 പേരുണ്ട് എന്ന് വയ്ക്കുക. പക്ഷേ 2002 ഇലക്ഷനിൽ പേരില്ല എങ്കിൽ അത് ചെറിയൊരു പ്രശ്നമാകും. അപ്പോഴും നമ്മുടെ റിലേറ്റീവ്സ് ആയ ആരെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ കൂടെ ഏതെങ്കിലും നമ്മുടെ ID പ്രൂഫും സമർപ്പിക്കുക. ഇത്രയുമാണ് ചെയ്യാനുള്ളത്. ഇതിന് പ്രവാസികളോ പ്രായമായവരോ പേടിക്കേണ്ട ആവശ്യമില്ല. നാട്ടിൽ ഇല്ലാത്തവർക്ക് വേറെ റിലേറ്റീവ്സ് ആരെങ്കിലും ഫോം ഫിൽ ചെയ്ത് കൊടുത്താലും മതിയാകും. എന്നാൽ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബീഹാറിൽ SIR നടപ്പാക്കിയപ്പോൾ പുറത്തായത് 65 ലക്ഷം പേരാണ്. പക്ഷേ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. 23 വർഷത്തെ ഗ്യാപ്പിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയണം. 2022 വോട്ടർമാരുടെ എണ്ണം 2,24,00,000 ആണെങ്കിൽ 2025 അത് 2,78,00,000.